ഖിലാഫിലേക്ക് വരാം. ഖിലാഫ് കൂടി സ്പോർട്സ് എന്നുണ്ട്. ഖിലാഫെ, അപ്പം സമനിലയിൽ പിരിയുകയാണ്. മത്സരം ഒരു ആവേശത്തിന് ഒടുവിൽ ഒരു സമനിലയിലൂടെ കൂടി പിരിയുകയാണ്. അതിൽ മത്സരത്തിൽ നിർണായകമായത് നിർണായകമായത് ഡീഗോ കോസ്റ്റയുടെ ഒരു മികച്ച പ്രകടനമാണ്. ഗോളെന്നുറച്ച കൊളംബിയയുടെ ഓരോ നീക്കങ്ങളും ഓരോ ഷോട്ടുകളും തടുത്തിട്ട് അവസാനം നിമിഷം വരെ പോർച്ചുഗലിനെ ഒരു 0 ഗോൾ, അതായത് ഒരു ഗോൾ പോലും വഴങ്ങാതെ പോർച്ചുഗലിന്റെ പ്രതിരോധ കോട്ട അല്ലെങ്കിൽ കാവൽ ബടൻ രീതിയിലെ മികച്ച പ്രകടനം തന്നെയാണ് ഈ പോർച്ചുഗലിനെ ഒരു സമനില നേടിക്കൊടുത്തുന്നത്. അതിൽ നോക്കൌട്ടിൽ പോർച്ചുഗലിന്റെ എതിരാളികളായി എത്തുക ക്രൊയേഷ്യയാണ്. ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യ കരുത്തരെ തന്നെ നേരിടാൻ എത്തുന്നു. അതിലൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് വീണ്ടും ഒരു പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം വരുന്നു. ലൂക്ക മോഡ്രിച്ച് വീസസ് ക്രിസ്ത്യാനോ റൊണാൾഡോ മത്സരം വരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം തന്നെയാണ്. മത്സരത്തിന്റെ പൂർണ്ണ രൂപം നോക്കുകയാണെങ്കിൽ മത്സരത്തിൽ ഉടനീളം കൊളംബിയയുടെ ഒരു ആധിപത്യം തന്നെയാണ് കാണാൻ സാധിച്ചത്. നിരവധി അവസരങ്ങൾ കൊളംബിയക്ക് ലഭിച്ചെങ്കിലും അതൊരു ഗോൾ അവസരമാക്കാൻ മാത്രം സാധിച്ചില്ല കൊളംബിയക്ക്. 26 ഷോട്ടുകളാണ് കൊളംബിയ അടിച്ചു കൂട്ടിയത്. അതിൽ 6 ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ്. അത് ഗോൾ എന്ന് ഉറച്ച 6 ഷോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ഷോട്ടുകളൊക്കെ തടുത്തിടാൻ ഡീഗോ കോസ്റ്റയ്ക്ക് കഴിഞ്ഞു. ആ ഒരു പ്രകടനത്തിൽ തന്നെ പോർച്ചുഗലിനെ ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായിക്കൊണ്ടാണ് നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സമനിലയോടെ കൊളംബിയ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിക്കൊണ്ട് നോക്കൌട്ടിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ 525 പാസുകളാണ് കൊളംബിയയുടെ ഭാഗത്തിൽ നിന്നുണ്ടായത്. 423 പാസുകൾ മാത്രമാണ് പോർച്ചുഗലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. റൊണാൾഡോ അടക്കമുള്ള സൂപ്പർ താരങ്ങൾ ഉണ്ടായിരുന്ന നിരയാണ് ഈ ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ലോകകപ്പ് നേടാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത കളിപ്പിക്കുന്ന ടീമുകളിൽ ഒന്നാണ് പോർച്ചുഗൽ. ശരി, ഖിലാഫിലേക്ക് മടങ്ങിയെത്താം. അപ്പോൾ മത്സര വിശേഷങ്ങൾ പറയുകയായിരുന്നു ഖിലാഫ്. ഒരു നല്ല മത്സരം, പോർച്ചുഗലിന്റെ കൊളംബിയ മത്സരം, അത് സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു.